हेटर बेसिकली मुझे मर्दों के ईगो का कैन मारना बहुत ज्यादा पसंद है ഒന്നുമില്ലെങ്കിലും നീ ഒരു അധ്യാപികയല്ലേ, ഇങ്ങനെ ഒരു സന്ദേശമാണ് നീ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത്? സ്വന്തം അച്ഛനെ വെറുപ്പ്, അതും ആണായതിന്റെ പേരിൽ. നീ വേറെ എന്ത് കാരണം പറഞ്ഞിരുന്നെങ്കിലും ഓക്കെ, പക്ഷെ ഇത്. എല്ലാവർക്കും നമസ്കാരം, മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന സുന്ദരിയായ യുവതിയെ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ നായിക സാക്ഷി ജഹ. അങ്ങനെ എന്തോ ആണ്. ഓക്കെ, സാക്ഷി. അപ്പോൾ പുള്ളിക്കാരി ഒരു ടീച്ചറാണ്, ബീഹാർകാരിയാണ്. പുള്ളിക്കാരി ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു TV പരിപാടിയിൽ പങ്കെടുത്തു, ഇന്ത്യാസ് ഗോട്ട് ടാലന്റ് എന്ന് പറയുന്ന ഒരു TV ഷോ. അപ്പം അവിടെ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇന്ത്യയിൽ ഒട്ടുമുക്ക എല്ലായിടത്തും ഇത് ഒരു ചർച്ചയായി മാറിക്കഴിഞ്ഞു. പുള്ളിക്കാരി ഇപ്പോൾ എയറിലാണ്. എന്താണ് ഈ സാക്ഷി എയറിലാകാനുള്ള കാരണം എന്ന് നോക്കാം. ഈ പുള്ളിക്കാരിയെ സ്വയം വിശേഷിപ്പിക്കുന്നത് മെൻ ഹേറ്റർ എന്നാണ്. ആണുങ്ങളെ ഇഷ്ടമല്ല, ആണുങ്ങളെ കണ്ടുകൂടാ, ആണുങ്ങളെ തീരെ ഇഷ്ടമല്ല, വെറുപ്പെന്ന് വെച്ചാൽ അങ്ങേയറ്റം വെറുപ്പ്. എന്തായിരിക്കും ഈ കുട്ടിക്ക് അങ്ങനെ വെറുക്കാനുള്ളൊരു കാരണം? ലൈഫിൽ തൻ്റെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ട്രോമയൊക്കെ ഉണ്ടായോ ആണുങ്ങളെ ഭാഗത്തുനിന്ന്? സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഒരു യുവതിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ആണുങ്ങളോട് വെറുപ്പൊക്കെ തോന്നാനുള്ളൊരു സാധ്യത. അങ്ങനെ ആയിരിക്കും അല്ലേ? നോക്കിയാലോ. അപ്പോൾ പറയൂ ചേച്ചി, എന്താണ് കാരണം? എന്താണ് ഈ ആണുങ്ങളോട് വെറുപ്പിനുള്ള കാരണം? അപ്പോൾ വീട്ടിൽ അച്ഛനോട് എങ്ങനെയാ? അച്ഛനെയും വെറുപ്പാണോ? അച്ഛനും ഇഷ്ടമല്ലേ? If you're a man hater, how does your dad feel about this? I genuinely hate him. I've told him कि यार you know he is my father but at last he is a man. तो आपके दादाजी कैसे थे? He is also that also. എന്താണ് പറഞ്ഞത്? At last he is a man. സാധാരണ ഒരു മകൾക്ക് അച്ഛനോട് വെറുപ്പ് തോന്നണമെങ്കിൽ ഒന്നുകിൽ അയാൾ കുടുംബം നോക്കാത്ത ആളായിരിക്കണം, അല്ലെങ്കിൽ മകളെ അത്രയധികം ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നതൊക്കെ ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അച്ഛനോട് മകൾക്ക് വെറുപ്പ് തോന്നുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇത് പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എൻ്റെ അച്ഛനെ എനിക്ക് ഇഷ്ടമില്ല, കാരണം അച്ഛൻ ആണായതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. അപ്പൂപ്പനെ അതുപോലെ തന്നെ, അപ്പൂപ്പനും ഒരു ആണായിപ്പോയി, അതുകൊണ്ട് അപ്പൂപ്പനെ ഇഷ്ടമല്ല. എൻ്റെ പൊന്നു കുഞ്ഞേ, നീ പറഞ്ഞ നിന്റെ ഈ അപ്പനും അപ്പൂപ്പനൊക്കെ ഉള്ളതുകൊണ്ടാണ് നീ ഇപ്പം ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. അതിൻ്റെ വല്ല ബോധമുണ്ടോ? ഒരാളോട് വെറുപ്പ് തോന്നാൻ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. ഇത് അവനൊരാണായിപ്പോയി, എൻ്റെ അച്ഛനൊരാണായിപ്പോയി, അതാണ് പുള്ളിക്കാരിയുടെ വിഷമം. ഓക്കെ, പോട്ടെ, അതൊക്കെ പോട്ടെ. ഭാവിയിൽ കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ട്. यार यहाँ लिखा है मेरा गोल है पति को दारू पी के मारना है. यार मुझे सच में करना है, सच में वो बेल्ट लेके कि आजा आज तेरी बारी. അപ്പം ആണുങ്ങളോട് വെറുപ്പാണെങ്കിലും കല്യാണം കഴിക്കല്ലേ? ഒരു കൊച്ചേ, നിനക്ക് ചില്ലറ ഒന്നും അല്ലല്ലേ അവക്ക്. അപ്പോൾ ചേച്ചി പറഞ്ഞത് കേട്ടല്ലോ, പുള്ളിക്കാരിക്ക് കല്യാണം കഴിക്കാം. കല്യാണം കഴിച്ചിട്ട് വെള്ളം അടിച്ച് വന്നിട്ട്, ആര് ഭർത്താവല്ല, അവക്ക് വെള്ളം അടിച്ചിട്ട് ബെൽറ്റ് ഊരി തൻ്റെ കെട്ടിയവനെ അടിക്കണം. അതാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം, അതാണ് അവളുടെ ഫാൻറ്റസി. നീ പറഞ്ഞത് ഇപ്പോൾ ഒരാണാണ് പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? അപ്പോൾ നമ്മുടെ പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതേപോലെ ഒന്ന് നോക്കി വെച്ചോ കേട്ടോ. എങ്ങാനും നല്ല സമ്മതിക്കണം, പറയാൻ പറ്റൂലേ, ഏതെങ്കിലും ഒരുത്തന്നെ ഇവിടെ കെട്ടിയെടുത്താ അയ്യോ അവൻ്റെ കാര്യം. ചിലപ്പം അങ്ങനെ ഒരു ശിക്ഷ കിട്ടാൻ വിധിയുള്ള ഏതെങ്കിലും ഒരുത്തൻ ഹതഭാഗ്യം എവിടെയെങ്കിലും കാണുമായിരിക്കും. ഓക്കെ, കുട്ടിയുടെ പ്രസംഗമൊക്കെ ജഡ്ജസിന് ഇഷ്ടമായല്ലോ. അപ്പം നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം സാറേ? I said I like you. You have to rate me good now. 100%. From my side, it's a 0. Yeah. അത് കറക്റ്റ്. സന്തോഷമായില്ലേ? 0. സാരമില്ല, നമ്മളെ അടുത്ത സാറിനോട് ചോദിച്ചു നോക്കാം. समय 10 on 10 देना अलाउड है क्या? हाँ, 0. ഓ, അവിടെയും 0, again 0. അടുത്തത് साक्षी जी, यार you are very wrong but you are so entertaining. Thank you. സാറിന് കുറച്ച് സെന്റിമെന്റ്സ് കിട്ടുമെന്ന് തോന്നുന്നു. എന്നാൽ സാർ ഒരു 5 മാർക്ക് കൊടുക്കാം അല്ലേ? तो मैं आपको देता हूँ 0. വീണ്ടും പാളി. അപ്പോൾ ഈ കാണുന്ന യുവതി ബീഹാറിലെ ഒരു ഗവൺമെൻറ് അധ്യാപികയാണെന്നൊക്കെയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഈ ഒരു സംഭവം ടെലികാസ്റ്റ് ആയി പിന്നെ ഇതൊരു കോൺട്രവേഴ്സി ആയി. അതിനുശേഷം ഇവരെ തൻ്റെ ജോലിയിൽ നിന്ന് ഗവൺമെൻറ് നീക്കം ചെയ്തു എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അത് ഒഫീഷ്യലായിട്ട് അറിയില്ല, പക്ഷേ അങ്ങനെ ഒരു സംസാരമുണ്ട്. ഒരു പെണ്ണിന് ഒരു ആണിനോട് വെറുപ്പ് തോന്നുക എന്ന് പറയുന്നതിൽ ഒരു കുടുംബമുള്ള കാര്യമൊന്നുമല്ല. സ്വാഭാവികമായിട്ടൊക്കെ സംഭവിക്കാം, പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഫെമിനിസ്റ്റുകളാണെങ്കിലും
ഇപ്പോൾ ഫെമിനിസ്റ്റുകൾ പോലും ഇതിനോട് യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനൊരാണായതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ കല്യാണം കഴിക്കണം. ഹസ്ബൻഡിനെ എനിക്ക് വെള്ളം എടുത്ത് വന്നിട്ട് ബെൽറ്റ് കൂടി അടിക്കണം. വളരെ വളരെ നല്ല മൈൻഡ് സെറ്റ് ഉള്ളൊരു യുവതിയാണ്. അവരൊരു അധ്യാപിക കൂടിയാണ്. അതാണ് ഇതിലെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറ. ഏതായാലും ഇതിനെപ്പറ്റിയൊന്നും ഇനി ഇതിനപ്പുറം എന്ത് പറയാൻ. എൻ്റെ പൊന്നു മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്കിപ്പം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു പെട്ടിക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കണമെങ്കിൽ, ഒരു സോഡാ നാരങ്ങ വെള്ളം മേടിച്ച് കുടിക്കണമെങ്കിൽ പോലും ചിലപ്പോൾ ഒരു ആണിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പല കാര്യങ്ങൾക്ക് ഒരു ആണിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴെല്ലാം നീ വെറുപ്പോട് കൂടിയാണ് അവരെ സമീപിക്കുന്നത്. നിനക്കൊരു സംസാരിച്ചാൽ മോശമായി പോകും. അതുകൊണ്ടാണ്. അതിന് പോലും ഒരു ആണിൻ്റെ സഹായമില്ലാതെ പറ്റില്ല. സർവൈവ് ചെയ്യാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. നിന്നെ ജനിപ്പിച്ച് ഇത്രയും പോറ്റി വളർത്തി വലുതാക്കി നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന നിന്റെ അച്ഛനെ നിനക്ക് വെറുപ്പ്. അത് ആണായതിൻ്റെ പേരിൽ. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരവസ്ഥ വരുമെന്ന് പുള്ളിക്കാരൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. എന്തായാലും ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഏതാണോ ഹതഭാഗ്യം.